ഹലോ ഷെഫീക്ക. പിന്നെ ഇന്ന് എല്ലാ സൈറ്റ് എഞ്ചിനീയർ വന്നിരുന്നു. ഓക്കെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ അന്ന് പറഞ്ഞില്ലേ ആ ലാൻഡ്, അതിൻ്റെ ഡീൽ ഉറപ്പിച്ചോ. അഡ്വാൻസ് എത്ര വേണമെന്ന് വെച്ചാൽ അവരോട് ചോദിച്ചോക്കെ. കയ്യിൽ പൈസ റെഡിയാ. ഓക്കെ ബൈ. എന്താ രാഘവ സിദ്ദിഖേ, കടലിലേക്ക് നോക്കി ഇരിപ്പായോ? ഈ കടലിലും കാറ്റിനും നമ്മളൊന്നും പുതിയതായിട്ട് പറയാനില്ല. അങ്ങനെ പുതിയതായിട്ടൊന്നും പറയാനില്ല, പക്ഷേ പഴയത് പലതും ഓർമ്മിപ്പിക്കാനുണ്ട്. നീ നോക്കി, ഈ കടലിന് നമ്മൾ ആദ്യമായി ഇവിടെ വന്ന അത്രയും പ്രായമില്ലേ? തത്വചിന്തയൊക്കെ മാറ്റിയൊക്കെ രാഘവട്ട. ഞാനിപ്പോൾ വന്നേക്കുന്നത് കിഡിലൊരു ഓഫർ ആയിട്ട്. ഞാൻ അൽക്കോറിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. നിങ്ങളെയും കൂടി അതിൽ പാർട്ണർഷിപ്പ് ആക്കാനും വന്നേക്കും. നല്ല ലാഭമുള്ള ബിസിനസ്സാണ്. പണം അതിനെയും വേണോ സിദ്ദിഖേ? നിന്റെ എൻ്റെയും കയ്യിൽ ഇഷ്ടം പോലെ പണമില്ലേ? ഇനിയുള്ള കാലം സുഖമായിട്ട് ജീവിക്കാൻ അത്രയും പണം പോരെ നമുക്ക്? അതെന്ത് വർത്താനായി പറയുന്നത്? മനുഷ്യനായാൽ വളരണം, പണം വന്നാൽ പവർ കൂടും. ഈ 45 വയസ്സിൽ ഞാൻ നിർത്തിയാൽ ആളുകൾ എന്ത് പറയും? നിങ്ങൾക്ക് പ്രായം 52-ലായുള്ളൂ. ഇത്രയും നേരത്തെ റിട്ടയർമെന്റ് ചിന്ത തുടങ്ങിയോ? പപ്പ അടുത്ത ആഴ്ച ലണ്ടനിലേക്ക് തിരിച്ചു പോവാ. മമ്മിയുടെ വിസ റെഡി ആയിട്ടുണ്ട്. അപ്പോ മമ്മീനെ കൂടി ഞാൻ കൊണ്ടുപോകും. പപ്പയ്ക്ക് ജോലി തിരക്കിലാണെങ്കിൽ വരണമെന്നില്ല. പിന്നെ നമ്മുടെ നാട്ടിലത്തെ വീട് നോക്കാനായിട്ട് ഒരു സെക്യൂരിറ്റിയും കൂടി ഏർപ്പാടാക്കണേ. എന്താ സിദ്ദിഖേ, വീട്ടിൽ നിന്നല്ലേ? എടുത്തുകൂടായിരുന്നോ? അവൾക്കപ്പം പരാതിയുള്ളവരാകട്ടെ. മകൻ്റെ സ്കൂൾ ഫീസ്, ഷോപ്പിംഗ്, പണത്തിനൊരു കുറവ് ഞാൻ വരുത്തുന്നില്ലല്ലോ. പിന്നെന്താ? ഈ ബിസിനസ് തിരക്കിനിടയിൽ കൊഞ്ചിക്കൊഴിയാൻ എവിടെയാ സമയം? എടോ, താൻ അവർക്ക് കൊടുക്കുന്നത് വെറും പണം മാത്രമാണ്. അവർക്ക് വേണ്ടത് തൻ്റെ പണമൊന്നുമല്ല, തൻ്റെ സമയം അവർക്ക് വേണ്ടത്. എൻ്റെ ഈ പ്രായമാകുമ്പോൾ തനിക്കതൊക്കെ മനസ്സിലാവും. നിങ്ങളെന്താ ഇന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്? ആ കോർണേഷനിൽ വെച്ച് കണ്ടത് മുതൽ ഒരുമാതിരി സംസാരമാണല്ലോ. എന്തു പറ്റി രാഘവട്ട? എൻ്റെ കയ്യിലിപ്പോൾ ധാരാളം പണം കൊണ്ടിടും. നാട്ടിൽ വലിയ വീടുമുണ്ട്. മക്കൾക്ക് വേണ്ടതെല്ലാം ഞാൻ കൊടുത്തു. പക്ഷേ ഇന്ന് ആ വീട്ടിൽ കയറി ചെല്ലാൻ തന്നെ എനിക്ക് പേടിയാടും. എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ ഇന്നവിടെ ആരുമില്ല. മക്കളെല്ലാം അവരുടെ വീട്ടിൽ പോയില്ലേ? പണം സമ്പാദിക്കുന്ന തിരക്കിനിടയിൽ ഞാൻ പ്രവാസം മീറ്റിങ്ങിനെ കൊണ്ടുപോയി. അതിനിടയിൽ കയ്യിൽ നിന്ന് പോകുന്നത് സമയമാണെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയില്ലടോ. ഒടുവിൽ എനിക്കെൻ്റെ കുടുംബത്തെ തന്നെ നഷ്ടമായി. ഇനി നിനക്കും ഈ അവസ്ഥ വരണമെന്നുണ്ടോ എൻ്റെ സിദ്ദിഖേ? ഈ ഗൾഫിലെ മൺതരികൾക്കൊരു പ്രത്യേകതയുണ്ട്. അത് എത്ര കൈ പിടിച്ചൊതുക്കാൻ നോക്കിയാലും വിരലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഊർന്നു പോവും, സമയത്തെ പോലെ.
നമ്മൾ വിചാരിക്കും നമ്മൾ ഈ രാജ്യത്തെ ഭരിക്കുകയാണെന്ന്. പക്ഷെ ഒന്നുമില്ലടോ, നമ്മളിവിടുത്തെ തടവുകാരാ, പണത്തിൻ്റെ തടവുകാരെ. ഹലോ റസിയ? ആ ആ ഞാൻ ബിസിനസ് തിരക്കിലായിരുന്നില്ല. ഞാൻ രാഘവൻ്റെ കൂടെ ഒന്ന് പുറത്തിറങ്ങിയതാ. നമ്മുടെ മോനെവിടെ? അവൻ ഇന്നലെ പുതിയൊരു ലാപ്ടോപ്പ് വേണമെന്ന് പറഞ്ഞില്ലായിരുന്നാ? ആ അത് ഞാൻ നാളെ മേടിച്ചു തരാം കേട്ടോ. പിന്നെ അടുത്ത മാസം ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട്, ഒരു നീണ്ട ലീവിന്. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ടൂർ പോവാം. എന്നാൽ ശരി, ഞാൻ പിന്നെ വിളിക്കാം കേട്ടാ. എന്താ രാഘവേട്ടാ? ഞാൻ അൽക്കോറിലെ പ്രോജക്റ്റ് വേണ്ടെന്ന് വെച്ചു. വളരെ നല്ല തീരുമാനം. നിങ്ങളുടെ തീരുമാനം എന്താ? ഞാനെല്ലാം മതിയാക്കാടോ. നാട്ടിൽ പോയിട്ട് എൻ്റെ പൂട്ടി കിടക്കുന്ന വീട് എനിക്ക് തുറക്കണം. നമുക്ക് ചുറ്റും ഒരുപാട് പാവങ്ങളുണ്ടോ നാട്ടിൽ. അവർക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്ത് ഇനിയുള്ള കാലം സമാധാനമായിട്ട് ജീവിക്കണം. പോവാം.